പടം തിരക്കേടില്ല, കണ്ടിരിക്കാൻ രസമുണ്ട്. പിന്നെ സംഭവമുള്ള തമാശയുണ്ട്, കാണാൻ രസമുണ്ട്. പടം നടന്ന സംഭവം നല്ലൊരു കോമഡി പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇന്റർവെൽ പഞ്ചൊക്കെ വന്നപ്പോ അത് ശരിക്കും ഒരു അയ്യപ്പൻ കോശി വൈബിലേക്ക് പോകുന്നു വിചാരിച്ച, പക്ഷെ ആ ഒരു മോഡലല്ല പടം. എന്തായാലും കോമഡി പടമാണ്. ഇത് ഒരു അയൽവക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സംഭവം എന്തായാലും കാണാനുള്ളതാണ്. രീതിയിലുള്ള ചിത്രം കുഴപ്പമില്ല, റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിലെ മേക്കിംഗ് ആണ്, കുഴപ്പമില്ല. നല്ല പടം, നീ കാണണം, ഞങ്ങളെ കാണാം. ശരിക്കും നടന്ന സംഭവം നല്ലൊരു കാണേണ്ട സംഭവം തന്നെയാണ്. കോമഡി ഒക്കെ അത്യാവശ്യം കോമഡി ഉണ്ട്, കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ തരുന്നുണ്ട്. ഫാമിലി മൂവിയാണ്, എല്ലാവർക്കും കണ്ടിരിക്കാം. അവര് കോംബോ വർക്ക് ആയിട്ടുണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, പടം അടിപൊളിയായിട്ടുണ്ട്. നടന്ന സംഭവം കൊള്ളാം, നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരു പടമാണ്. ഒരു റിയലിസ്റ്റിക് ടൈപ്പ് ഓഫ് ഒരു മേക്കിംഗ് പരിപാടിയൊക്കെയാണ്. നല്ല രസമുള്ള ഒരു 2-2.5 മണിക്കൂർ എൻഗേജിങ് ആയിട്ട് നല്ല രസമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. അത് പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല. ബിജുചേട്ടനാണെങ്കിലും സുരാജേട്ടനാണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ നല്ല, എല്ലാവരുടെയും ക്യാരക്ടറൈസേഷൻസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കൊക്കെ ശരിക്കും റിലേറ്റബിൾ ആണ്. തൊട്ടടുത്ത് ഒരു ഇൻട്രോഡിങ് പരിപാടിയൊക്കെയാണ്, രസമുള്ള ഒരു പരിപാടിയാണ്. മൊത്തത്തിൽ നമുക്കൊക്കെ ശരിക്കും സമൂഹത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. ശരിക്കും റിലേറ്റബിൾ ആണ് കുറെയൊക്കെ. പടം നല്ലൊരു ഫാമിലി ഡ്രാമയാണ്. എല്ലാരും തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണുക. എന്താന്ന് അറിയണ്ടേ, അപ്പൊ പറയാ, വേർഡ് ഓഫ് മൗത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ സ്പ്രെഡ് ചെയ്യുക, എന്നിട്ട് നല്ല സിനിമ എന്ന് പറയാ, എന്നിട്ട് എല്ലാവരും തിയേറ്റേഴ്സിൽ വന്ന് കാണുക. നടന്ന സംഭവം എന്താണെന്ന് അറിയാം. കോമ്പിനേഷൻ രസമുണ്ട്. പറഞ്ഞൊരു ക്ലാഷ് ആണ്, ഒരു ഐഡിയോളജി ക്ലാഷ് ആണ് ശ്രുതിയൊക്കെ പറഞ്ഞ പോലെ. സോ അത് വന്ന് കാണുക, എന്താന്ന് അപ്പൊ അറിയാം. ഇത് നമ്മളെന്താ പറയും, വളരെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ പ്രൈവറ്റ് ലൈഫിലുള്ള ഒരു ഇഷ്യൂ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് എന്താണെന്ന് അറിയാൻ തിയേറ്റേഴ്സിൽ തന്നെ വന്ന് സിനിമ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നല്ല ത്രില്ലറും പരിപാടികളും എല്ലാം ഉണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ഗംഭീര കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. കോമഡി നല്ല ത്രില്ലിംഗ് മൂഡ്, കോമഡി എല്ലാം ഉണ്ട്. ത്രില്ലറും കൂടെ എല്ലാ ഇമോഷൻസ് നന്നായിട്ട് വർക്ക് ചെയ്തു. പുള്ളിയുടെ രണ്ടാമത്തെ പടമാണല്ലോ, നന്നായിട്ട് വന്നു. പടം നല്ലൊരു എന്റർടൈനർ ആണ്, ഫൺ ഫാമിലി എന്റർടൈനർ ആണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ബിജുചേട്ടൻ സുരാജേട്ടനാണെങ്കിലും ലിജോമോൾ, എനിക്ക് കൂടുതൽ ലിജോമോളായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ആണ് ഉള്ളത്. പ്രിയ എന്ന് പറയുന്ന ക്യാരക്ടർ കണ്ടായിരുന്നു, ഇഷ്ടമായോ? അപ്പം ഇതിനും കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്കാണെങ്കിലും സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും റെസ്പോൺസ് കാണുമ്പോഴത്തേക്കും ആണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും കണ്ട് വിജയിപ്പിക്കട്ടെ. താങ്ക് യു. നല്ല പടമാണ്, ഫൺ എന്റർടൈനർ ആണ്. പിന്നെ എന്താണ്, എന്റെ ക്യാരക്ടറിന്റെ പേര് മായ എന്നാണ്. സ്ക്രീനിൽ കണ്ടപ്പോ വളരെ സന്തോഷമുണ്ട്. സെക്കൻഡ് ഹാഫിലുണ്ടല്ലോ. നിങ്ങൾ പടം കണ്ടോ? അപ്പൊ പടം കാണണം. പടം കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. പടം വ്യൂവേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇതാണ്, നല്ല പടമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പടം കാണുക. പ്രേക്ഷകരോട് ഇതാണ് പറയാനുള്ളത്, എല്ലാവരും പടം കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ബിജുചേട്ടനും സുരാജേട്ടനും കട്ടക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രസമാണ്, നല്ല പടമാണ്, നല്ല സിനിമയല്ലേ, നല്ലൊരു മെസ്സേജ്, നല്ലൊരു കഥയും. കോമ്പിനേഷൻ എനിക്ക് കിട്ടിയ കോമ്പിനേഷന്റെ എന്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതന്നെ. അല്ല, സുരാജ് വെഞ്ഞാറമ്മൂടും ബിജു മേനോൻ രണ്ടുപേരും കോമ്പിനേഷൻ ഭയങ്കര എന്താ പറയാ, എനിക്ക് ഭയങ്കര കൂളായിരുന്നു. നല്ല എന്താ പറയാ, ടെൻഷനൊന്നും ഇല്ലാതെ നല്ല കൂളായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. ഓഡിഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ സെയിം സംഭവം, ഓഡിഷന്റെ സെയിം സംഭവം തന്നെ ഇവിടെ ചെയ്തത്. പിന്നെ നമുക്ക് ഓഡിഷനിൽ അവരൊന്നും ഇല്ലല്ലോ, ഓഡിഷൻ അവരൊന്നും നമ്മുടെ കൂടെ ഇല്ല. നമ്മള് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ചില്ലായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് അവരുടെ മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റും. പടം കണ്ട് ഇറങ്ങുമ്പോ ഹാപ്പിയാണോ? പിന്നെന്താ, ഹാപ്പി തന്നെയാണ്. ഈ നടന്ന സംഭവം എന്ന പേര് പോലെ തന്നെ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് നടക്കുന്ന യാഥാർത്ഥ്യമായ കാര്യങ്ങൾ ഡയറക്ടർ അത് ആവിഷ്കരിച്ച് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇതിൽ മെയിൻ ഒരു സന്ദേശം, ഈ ആളുകൾ ഫോണിൽ ഇപ്പം ഈ മൊബൈൽ ഫോൺ വന്ന കാലം തൊട്ട് പ്രശ്നങ്ങളാണ്, ഈ ഗ്രൂപ്പുകൾ വന്ന ഒരു സന്ദേശം എനിക്ക് കണ്ടിട്ട് തോന്നിയത്,
വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്നവർക്കുള്ള ഒരു താക്കീതാണ് ഈ പടം. അവർ പ്രത്യേകിച്ച് ഈ പടം നിങ്ങൾ ഒന്ന് പോയി കാണുക. നിങ്ങൾ തമാശക്കായിക്ക് ഇതൊക്കെ വിടുന്നത്, പക്ഷെ അത് പല വീട്ടുകളിലും അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളിൽ സുഹൃത്തുക്കൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി ഇത് മതി. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടി നടത്തുന്നത് ദയവേത് നിർത്തുക എന്നുള്ളൊരു സന്ദേശം ഈ പടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും പടം നന്നായിട്ടുണ്ട്. ഇതിൻ്റെ സംവിധായകനും മറ്റ് അഭിനയിച്ച എല്ലാ അഭിനേതാക്കൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കാം. കാരണം അത്രയ്ക്കും നല്ല മനോഹരമായ ചിത്രം, സമയം പോകുന്നത് അറിയിക്കും. കോമഡി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് പറയും? നല്ല എന്റർടൈനിങ് ആയിരുന്നു. നല്ല അത്യാവശ്യം നമുക്ക് ബോറടിക്കാതെ ലാഗില്ലാതെ നമുക്ക് അത്യാവശ്യം കോമഡി നല്ലൊരു ടോപ്പിക്കാണ് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓക്കെ.